മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പൊക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാനും കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിൻ്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിൻ്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെയെല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിട പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മാലാഖമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിസ് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവർ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാർ, കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയ രോഗികൾ, പല്ലുവേദന ഉള്ളവർ, തൊണ്ട രോഗമുള്ളവർ, ശ്വാസകോശ രോഗികൾ, പ്രഷർ കുറഞ്ഞവർ, പ്രഷർ കൂടിയവർ, ഷുഗർ രോഗികൾ, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ആരാധന. നമ്മൾ ജയിക്കും കൃപധരക്കും അമ്മയോടുകൂടെ ജോഡിക്കും. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചുമക്കളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അവിടെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം നമ്മൾ ജയിക്കും. ശ്രുതികട ഹല്ലേലൂയ. മഹത്വം ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ. ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജോലിക്കും നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജോലിക്കും മാറാരോഗ്യങ്ങൾ മാറാരോഗ്യങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം